നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് BJP CPM തമ്മിൽ ഡീലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചിരുന്നു. അവർ തമ്മിൽ അവിടെ ഒരു ഡീലുണ്ട്, അതുകൊണ്ടാണ് CPM അവിടെ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്നതടക്കമുള്ള ആരോപണമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചത്. മാത്രമല്ല, ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ, അതായത് പാലക്കാട് പോലുള്ള ശക്തമായൊരു മണ്ഡലത്തിൽ റസാക്കിനെ പോലെ ദുർബലനായ ഒരു വ്യക്തിയെ, ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്നതടക്കമുള്ള ഗുരുതര ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചത്. ഇതിന് പിന്നാലെ ഇപ്പോൾ കോൺഗ്രസും CPM തമ്മിലാണ് ഡീല്, അവർ തമ്മിലാണ് ഇത്തരത്തിൽ ഡീലുകൾ ഉള്ളത് എന്ന ആരോപണവുമായി BJP രംഗത്ത് വന്നിരിക്കുകയാണ്. അതിന് ഒരു ഫോട്ടോ ഉയർത്തിയാണ് BJP ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയാഹ്ലാദ പ്രകടനത്തിൽ പാലക്കാട്ടെ ഇപ്പോഴത്തെ LDF സ്ഥാനാർത്ഥി NMR റസാഖ് പങ്കെടുത്തിട്ടുണ്ട്. ആ ഒരു ചിത്രം ഉയർത്തിയാണ് ഇത്തരത്തിൽ BJP CPM കോൺഗ്രസും തമ്മിലാണ് ഡീലെന്ന ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കോൺഗ്രസും CPM തമ്മിലുള്ള ഡീലാണ് ഈ ചിത്രത്തിലൂടെ വ്യക്തമാകുന്നതെന്നാണ് BJPയുടെ ആക്ഷേപം. നമുക്കറിയാം, ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു, MLA ആകുന്നു. അന്ന് അവിടെ കൊട്ടിഘോഷത്തിൽ, അല്ലെങ്കിൽ അന്നത്തെ ആ വിജയാഘോഷത്തിൽ റസാഖ് പങ്കെടുത്തിരുന്നു, രാഹുലിന്റെ വിജയത്തിൽ റസാഖ് പങ്കെടുത്തിരുന്നു എന്ന തരത്തിലാണ് BJPയുടെ ആരോപണം. പക്ഷേ പ്രചരിക്കുന്ന ഫോട്ടോകൾ കൊട്ടിക്കലാശ ദിവസം എടുത്തതാണെന്നും ആരോപണം ശരിയല്ലെന്നുമാണ് റസാഖിന്റെ പ്രതികരണം. ഈ ആരോപണത്തെ റസാഖ് തള്ളിയിരിക്കുകയാണ്. പോരാട്ടം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോഴും വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ കളനിറയുകയാണ്. മാത്രമല്ല, ഈ റസാഖ്, അതായത് LDFന്റെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി NMR റസാഖ് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു എന്ന് BJP തുടക്കം മുതലേ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചപ്പോൾ ആ വിജയാഘോഷത്തിൽ റസാഖ് പങ്കെടുത്തുവെന്ന തരത്തിലുള്ള ചിത്രവും കൂടി BJP കൊണ്ടുവന്നിരിക്കുന്നത്. LDF UDF ഒന്നാണ് എന്ന തലക്കെട്ടിലാണ് ചിത്രങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ BJP ഈ ഒരു പ്രചരണത്തിനിടെ ഏറ്റവും ആരോപണം ഉന്നയിക്കുന്നത് UDFും CPM ഒന്നാണ്, അവർ രണ്ടല്ല ഒന്നാണ്, അഴിമതിയുടെ കാര്യത്തിലൊക്കെ രണ്ടുപേരും ഒന്നാണ് എന്ന തരത്തിലാണ് BJPയുടെ ആരോപണം. എന്തായാലും പാലക്കാട് ഇത്തരത്തിൽ അവർ രണ്ടുപേരും ഒന്നാണ്, അവർ തമ്മിലാണ് ഡീലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് BJP. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ റസാഖ് പങ്കെടുത്തിരുന്നുവെന്നാണ് BJPയുടെ ആരോപണം. എന്നാൽ ആരോപണം LDF സ്ഥാനാർത്ഥി പൂർണ്ണമായി നിഷേധിക്കുന്നു. എന്തായാലും CPM BJPയും തമ്മിൽ ഈ ഒരു വാക്പോര് നടക്കുമ്പോൾ അതിൽ പ്രതികരണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടില്ല. തൽക്കാലം ഈ ഒരു പോരാട്ടത്തിൽ ഇടപെടേണ്ട എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. അതേസമയം പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം സർക്കാരിനെതിരെ ഒരു വീഡിയോയിലൂടെ നിർണായകമായ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. വയനാട് ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന 778 കോടി രൂപ കൊണ്ട് സർക്കാർ എന്തു ചെയ്തു എന്നാണ് രാഹുലിന്റെ ചോദ്യം. സർക്കാർ പൂർത്തീകരിച്ച ഒരു വീട്ടിലെങ്കിലും താമസിക്കുന്ന മനുഷ്യനെ കാണിച്ചു തരാമോ? 178 വീടുകൾ കൈമാറുന്ന ചടങ്ങ് മാത്രം നടത്തി. അത് PR വർക്കാണ്. ഒരു വീട്ടിൽ ആളുകൾക്ക് താമസിക്കാനുള്ള അടിസ്ഥാന സൗകര്യമില്ല, ഒരു വീട്ടിൽ പോലും ആൾ താമസമില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നത്. ഈ തുകയുടെ ബാക്കി എവിടെയാണ്? എല്ലാ കണക്കിലും ഓഡിറ്റ് വേണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. രാഹുലിന്റെ പ്രതികരണത്തിലേക്ക്. ഇതൊരു തിരഞ്ഞെടുപ്പിന്റെ കാലം, ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന കാലം. ആ ചോദ്യങ്ങളിൽ ഏറ്റവും മുഴങ്ങിക്കേൾക്കുന്ന ചോദ്യം വീടെവിടെ എന്ന ചോദ്യമാണ്. സംസ്ഥാന സർക്കാർ ചോദിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്, സൈബർ സ്പേസ് ചോദിക്കുന്നുണ്ട്, ചില മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ട്. വീടെവിടെ? ന്യായമായ ചോദ്യമാണ്. വയനാട്ടിലെ ദുരന്തം അനുഭവിച്ച മനുഷ്യന്മാർ 2 വർഷത്തോടെടുക്കുമ്പോൾ വീടെവിടെ എന്ന ആ ചോദ്യം ഉയരേണ്ടുന്ന ചോദ്യം തന്നെയാണ്. പക്ഷേ എന്റെ സംശയം, വീടെവിടെ എന്ന ആ ചോദ്യം ആദ്യം ചോദിക്കേണ്ടത് പ്രതിപക്ഷത്തോടാണോ അതോ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനോടാണോ? ഞാൻ പറയും, ആ ചോദ്യം ചോദിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനോടാണ്. കാരണം ഞാനും നിങ്ങളും നമ്മളും ഒന്നിച്ചു നിന്ന് 778 കോടി രൂപ വയനാടിനെ പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ടി ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചത് സംസ്ഥാന സർക്കാരിലാണ്. സംസ്ഥാന സർക്കാരിന്റെ CMDRFിലേക്കാണ് നമ്മൾ ആ തുക കൈമാറിയിട്ടുള്ളത്. ആ തുക വെച്ചിട്ട് ഈ 2 വർഷം എടുക്കുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ എന്തെല്ലാമാണ് ചെയ്തിരിക്കുന്നത്? ദുരന്തമുണ്ടായി കൃത്യം 20 മാസമാകുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ പൂർത്തീകരിച്ച് ആ വീടുകളിൽ താമസിക്കുന്ന ഒരു മനുഷ്യനെങ്കിലും നിങ്ങൾക്ക് വയനാട്ടിൽ കാണിച്ചു തരാൻ കഴിയും? ഇല്ല. അപ്പോൾ നിങ്ങൾ പറയും, സംസ്ഥാന സർക്കാർ 178 വീടുകൾ കൈമാറിയില്ലേ? 178 വീടുകൾ കൈമാറുന്നൊരു ചടങ്ങ് നടത്തി. അത് PR-ന് വേണ്ടി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് PR-ന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷെ ആ 178 വീടുകളിൽ ഒന്നിലെങ്കിലും ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്നുണ്ട്? ഇല്ല. കാരണം മഹാഭൂരിപക്ഷ വീടുകളിലും ഇലക്ട്രിഫിക്കേഷൻ പൂർത്തീകരിച്ചിട്ടില്ല, ചില വീടുകളിൽ പ്ലംബിംഗ് ആക്ടിവിറ്റീസ് പൂർത്തീകരിച്ചിട്ടില്ല. പിന്നെങ്ങനെയാണ് ആ വീട്ടിൽ മനുഷ്യന്മാർ താമസിക്കുക? ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം വരെ വയനാട്ടിലെ സർക്കാർ കൈമാറിയ ഒരു വീട്ടിൽ പോലും
ഒരാൾ പോലും താമസിക്കുന്നില്ല എന്ന കണക്ക് നിങ്ങൾ എത്ര പേർക്ക് മുന്നിൽ ഈ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്തിച്ചിട്ടുണ്ട്? ഇനിയും ഇതുവരെ നമ്മൾ അക്കൗണ്ട് ചെയ്തിട്ടില്ലാത്ത, ഓഡിറ്റ് ചെയ്തിട്ടില്ലാത്ത ചില കണക്കുകളിലേക്ക് കിടക്കാം. വയനാട്ടിൽ ആകെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ സംഭാവന ചെയ്ത തുക 778 കോടി രൂപ. ആ 778 കോടി രൂപയിൽ സംസ്ഥാന സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിക്കുവാൻ വേണ്ടി മാത്രം ചെലവഴിക്കുന്ന തുക 299. അതായത് മിച്ചം 479 കോടി. അതിലേക്ക് കടക്കാം. ഈ 299 കോടി രൂപയ്ക്ക് വയനാട്ടിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുവാൻ കരാറ് കൊടുത്തിരിക്കുന്നത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ്. ഊരാളുങ്കൽ 299 കോടി രൂപയുടെ വയനാട്ടിലെ പുനർനിർമ്മാണ പാക്കേജ് കൊടുക്കുമ്പോൾ യാതൊരു വിധമായ ടെൻഡർ നടപടികളും പാലിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ അപ്പോഴൊന്നും ചോദിച്ചിട്ടില്ല ഇതിനകത്ത് അഴിമതിയില്ലേ, എങ്ങനെയാണ് ടെൻഡർ ഇല്ലാതെ 299 കോടി രൂപ ഊരാളുകളിൽ കൊടുക്കുന്നതെന്ന ചോദ്യം നമ്മൾ ചോദിക്കാത്തത് ഒരു ദുരന്തത്തിന്റെ സമയത്ത് ചില ആളുകൾ സൂചിപ്പിക്കുന്നത് പോലെ ശവത്തിൽ നിന്ന് മോട്ടിക്കുന്ന പണി ഈ സർക്കാർ കാണിക്കില്ല എന്ന നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ്. ഇനി ആ കണക്കിലേക്ക് തന്നെ നമുക്ക് പോകാം. നിങ്ങൾക്കൊരു കാര്യം അറിയും, വയനാട്ടിൽ ആ ദുരന്തത്തിൽ മൊത്തം എത്ര മനുഷ്യന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നോ ആകെ എത്ര മനുഷ്യന്മാരെയാണ് കാണാതെ പോയതെന്നോ ഉള്ള കൃത്യമായ ഒരു കണക്ക് ഇന്നത്തെ ദിവസം വരെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലില്ല. സംസ്ഥാന സർക്കാരിന്റെ കണക്കിൽ വയനാട്ടിൽ വീട് നഷ്ടമായ ആകെ ആളുകളുടെ എണ്ണം 487 ആണ്. ആ 487 പേരിൽ 85 ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന വീട് വേണ്ട, പകരം അതിനാവശ്യമായിട്ടുള്ള നഷ്ടപരിഹാര തുക നൽകിയാൽ മതി. അപ്പോൾ സംസ്ഥാന സർക്കാർ നിർമ്മിക്കേണ്ട വീട് 402. ഈ 85 കുടുംബങ്ങൾക്ക്, ആ 85 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനായി സംസ്ഥാന സർക്കാർ കൊടുത്തത് 15 ലക്ഷം രൂപയാണ്. അതായത് വയനാട്ടിൽ വീട് നഷ്ടമായ ഒരു മനുഷ്യന് ഒരു വീടിനെ സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നത് 15 ലക്ഷം രൂപ. അങ്ങനെ നോക്കുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ ആകെ വയനാട്ടിൽ നിർമ്മിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് 410 വീടുകളാണ്. ആ 410 ഗുണം 15 ലക്ഷം. അങ്ങനെ നോക്കുമ്പോൾ ഈ 410 വീടുകൾക്ക് ചെലവാകുന്നത് 61 കോടി 50 ലക്ഷം രൂപയാണ്. പോട്ടെ, ഇനി അവിടെ സ്ഥലം നന്നാക്കാനും അതുപോലെ തന്നെ വീടിന്റെ മെച്ചപ്പെട്ട അവസ്ഥയ്ക്കുമൊക്കെ വേണ്ടിയിട്ട് 1000 സ്ക്വയർ ഫീറ്റുള്ള ആ വീടിന് ഒരു 20 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൂട്ടാം. അപ്പോഴും 82 കോടി രൂപയാണ് അവിടെ വീട് നിർമ്മിക്കുവാനായി ആകെ ചെലവഴിക്കപ്പെടുന്ന തുക. ഇനി ടൗൺഷിപ്പാണ്, റോഡ് വേണം, അംഗനവാടി ഉണ്ടെന്ന് പറയുന്നു, പാർക്ക് ഉണ്ടെന്ന് പറയുന്നു. അതിനെല്ലാം കൂടി ഒരു 10 കോടി കൂടി മാറ്റി വെച്ചാൽ പോട്ടെ, എല്ലാം കൂടെ ചേർന്നൊരു 100 കോടി രൂപ. അതും വിട്ടേക്കൂ, 150 കോടി രൂപ. പക്ഷെ ടൗൺഷിപ്പിന് വേണ്ടി ആകെ മാറ്റി വെച്ചിരിക്കുന്ന തുക 299 കോടിയാണ്. അപ്പോൾ ഈ ബാക്കി 149 കോടി വെച്ച് ഈ സംസ്ഥാന സർക്കാർ ഊരാളുകളിലും കൊണ്ട് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അത് വയനാട്ടിൽ എന്തെങ്കിലും നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടാണോ, അതോ CPM-കാർക്ക് വയർ നിറയ്ക്കുവാൻ വേണ്ടിയിട്ടാണോ എന്ന് നിങ്ങൾ തന്നെ പറയേണ്ടുന്ന കണക്കാണ്. അപ്പോൾ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലെ ബാക്കി പണത്തെ പറ്റിയും ഈ 299 കോടി രൂപയിലെ ബാക്കിയെ പറ്റിയുമൊക്കെ നമുക്ക് ഓഡിറ്റ് ചെയ്യണ്ടേ? ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. കാരണം അത് പ്രതിപക്ഷം കൂടി കൊടുത്ത പൈസയാണ്. കർണാടക സർക്കാർ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും KC വേണുഗോപാലിന്റെയും ഒക്കെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി 20 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ UDF-ന്റെ MLA-മാർ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ, MP-മാർ, അവരെല്ലാവരും വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് കൂടി അവകാശപ്പെട്ട ഈ സംസ്ഥാനത്തിന്റെ പൊതുവായ പണം, ആ പണം എങ്ങനെയൊക്കെ ചിലവഴിക്കപ്പെട്ടു എന്നതിനെപ്പറ്റി കൃത്യമായ കണക്ക് നമുക്കറിയണം. ഇനി തിരിച്ച് കോൺഗ്രസിനോട് നിങ്ങൾക്ക് ചോദിക്കാം, പ്രതിപക്ഷത്തോട് നിങ്ങൾക്ക് ചോദിക്കാം, എന്തിനെപ്പറ്റി? കാലതാമസത്തെപ്പറ്റി.